മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. മേലാറ്റൂരിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ഉണർവേകാൻ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നവീകരണം ഉടൻ തുടങ്ങുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി റംസീന മുജീബ്. ഗാലറി നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുക. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ കായിക മന്ത്രി OJ ജനീഷിന് നിവേദനം നൽകി. മേലാറ്റൂരിന്റെ കായിക സ്വപ്നങ്ങൾക്ക് നിറം പകർന്നുകൊണ്ടാണ് മേലാറ്റൂർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംസീന മുജീബിന്റെ നേതൃത്വത്തിൽ യുവജന കായിക മന്ത്രി OJ ജനീഷിനെ സന്ദർശിച്ച് നിവേദനം നൽകി. വൈസ് പ്രസിഡന്റ് അജിത് പ്രസാദ്, റഷീദ് മേലാറ്റൂർ, AP അബ്ദുൽ ലത്തീഫ, P മുജീബ് റഹ്മാൻ എന്നിവരും പ്രസിഡന്റോടൊപ്പം ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിൽ ഗാലറി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P റംസീന മുജീബ് പറഞ്ഞു. മേലാറ്റൂർ കായിക പ്രേമികളുടെ വലിയൊരു സ്വപ്ന കേന്ദ്രമാണ് മേലാറ്റൂർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം. കുറേ വർഷങ്ങളായിട്ട് ഒരു പ്രവർത്തനവും നടക്കാതിരുന്ന ഈ സ്റ്റേഡിയം വിവിധ ഘട്ടങ്ങളായി പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നതാണ് പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യുവജന കായിക മന്ത്രി OJ ജനീഷുമായി കൂടിക്കാഴ്ച നടത്തി. സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാമെന്ന് മന്ത്രി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നിലവിലെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപയ്ക്ക് പുറമെ മന്ത്രിയുടെ ഉറപ്പുകൂടി കിട്ടിയ സാഹചര്യത്തിൽ വിവിധ ഏജൻസികളുടെ സഹായത്തോടു കൂടി നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നതാണ്. നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർവ്വഹണ ഏജൻസിയായ KEL അധികൃതർ മിനി സ്റ്റേഡിയത്തിൽ സന്ദർശനം നടത്തി. നജീവാന്തരം MLAയുടെ പ്രാദേശിക വികസന ഫണ്ടും സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സ്പെഷ്യൽ ഫണ്ടും ഉപയോഗിച്ചാണ് ഗാലറി നിർമ്മിക്കുന്നത്. സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് ഏജൻസികൾ എന്നിവയുടെ സഹായത്തോടെ ഗ്രൗണ്ടിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഉദ്ദേശമുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത് പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തോളം കാലമായി കാര്യമായ വികസന പ്രവർത്തനം ഒന്നും നടക്കാതിരുന്ന മേലാറ്റൂർ മിനി സ്റ്റേഡിയത്തിൻ്റെ വികസനം മേലാറ്റൂരിലെ യുവാക്കളുടെയും കായിക പ്രേമികളുടെയും വലിയ ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മളെ MLA അനുവദിച്ച ഫണ്ടിനോടൊപ്പം തന്നെ സ്പോർട്സ് മന്ത്രിയെ കണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുള്ള സാമ്പത്തിക സഹായം കൂടി അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മേലാറ്റൂർ മിനി സ്റ്റേഡിയം എത്രയും പെട്ടെന്ന് വികസന പ്രവർത്തനം നടത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ അടക്കമുള്ള വമ്പൻ ടൂർണമെൻറ്റുകൾ നടന്നിരുന്ന സ്റ്റേഡിയമാണ് മേലാറ്റൂർ മിനി സ്റ്റേഡിയം. എന്നാൽ കാലക്രമേണ മൈതാനത്തിൻ്റെ തകരാറും മറ്റു സാങ്കേതിക പ്രശ്നങ്ങളും കാരണം ഇത്തരം ടൂർണമെൻറ്റുകൾ ഇല്ലാതാവുകയായിരുന്നു. സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ മുഴുവൻ പൂർത്തിയാകുന്നതോടെ വീണ്ടും മികച്ച കളിയാരവങ്ങൾക്ക് ആരംഭം കുറിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കായിക പ്രേമികൾ. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.